മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ, ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എക്സാമിനേഷന് വളരെയധികം മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ചാപ്റ്ററാണ്. പ്രധാനമായിട്ടും കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അതാണ് പല ആളുകളും കൺഫ്യൂഷൻ വരുന്നത്. കാരണം ഇതിൽ ഒരുപാട് കേൾക്കാത്ത വേർഡുകൾ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടോപ്പിക്കുകൾ വരുന്നൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ പല കൺഫ്യൂഷൻസുകളൊക്കെ മേ ബി വരുന്നൊരു ചാപ്റ്ററാണ്. പക്ഷെ മക്കളെ, ഈ ഒരൊറ്റ വീഡിയോടുകൂടെ നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ മൊത്തം ഡൗട്ടും അങ്ങോട്ട് ക്ലിയർ ആവും. അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ തരാനുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇതിൽ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഇതിലെ ടോപ്പിക്കുകൾ മൊത്തം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഏരിയാസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ തുടങ്ങിയല്ലേ, തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പേന ഉണ്ടായിക്കോട്ടെ, ഒരു പേപ്പർ ഉണ്ടായിക്കോട്ടെ, ആ പേപ്പറിൽ ഷോർട്ട് നോട്ടുകളൊക്കെ എഴുതിയിട്ട് കൊണ്ട് എന്ത് ചെയ്യാം, ഇത് പോകുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ നിങ്ങൾ SLC എക്സാമിനേഷനും ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് കഴിഞ്ഞോളും. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാനിത് ക്വസ്റ്റ്യനുകളിലൂടെ തന്നെ ആയിരിക്കും ആക്ച്വലി പോകുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് ദാറ്റ് വാസ് ദിസ് റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനം എന്ന് പറയുന്നത്. കാരണം ഐസ് ഇൻ ദ സ്കൈ, ആകാശ കണ്ണുകൾ എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര് പോലും കിടക്കുന്നത്. സോ വിദൂര സംവേദനം, റിമോട്ട് സെൻസിങ് എന്താണെന്നായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്, എന്താണ് വിദൂര സംവേദനം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാക്കാൻ പറ്റും, is a method, the കേട്ടോളൂ, the method collecting information about the object or the place or the phenomena without actual physical contact. ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ, എന്നുവെച്ചാൽ ടച്ച് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റോ ഒരു പ്ലേസോ ഒരു ഫിനോമിനയെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ്. ഐ തിങ്ക് സോ നോട്ട് ഏബിൾ ടു ക്ലിയർ ദാറ്റ് ടോപ്പിക്. അല്ലേ, മനസ്സിലായിട്ടില്ലല്ലോ? ഞാൻ പറഞ്ഞു, ഫോട്ടോ എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വസ്തുവിനെ ടച്ച് ചെയ്യോ? ഇല്ല. പക്ഷെ ടച്ച് ചെയ്യാതെ തന്നെ ആ ഫോട്ടോയിലൂടെ എന്ത് ചെയ്യും, ആ ഒരു വസ്തുവിന്റെ കളർ ഏതാണെന്ന് കിട്ടും, അതിന്റെ ഷേപ്പ് എങ്ങനെയെന്ന് കിട്ടും, അതിന്റെ രൂപം എങ്ങനെയെന്ന് കിട്ടും, ഈ കാര്യങ്ങളൊക്കെ കിട്ടൂലേ. സോ ദാറ്റ്സ് കോൾഡ് റിമോട്ട് സെൻസിങ്. അതൊരു റിമോട്ട് സെൻസിങ്ങിന് എക്സാമ്പിൾ മാത്രമാണ്. സോ ദ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ, നമ്മൾ വിവരങ്ങൾ കളക്ട് ചെയ്യാണ്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ് അബൌട്ട് ആൻ ഒബ്ജക്ട്, ഒരു വസ്തുവിനെ കുറിച്ചാവാം, ഓർ പ്ലേസ്, ഒരു പ്രദേശത്തെ കുറിച്ചാവും, ഓർ ഫിനോമിന, ഒരു പ്രതിഭാസം. നമ്മൾ പ്രതിഭാസം എന്ന് പറയുന്ന സമയത്ത്, ഫിനോമിന എന്ന് കേൾക്കുന്ന സമയത്ത് വളരെയധികം പേടിക്കൊന്നും വേണ്ട. തിരമാല, വേവ്സ് ഉണ്ടല്ലോ, ഒരു ഫിനോമിനയാ, അതിന്റെ ഫോട്ടോ എടുക്കാറുണ്ട് വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട്, അതിൽ സ്പർശന ബന്ധമില്ലാതെ തൊടാതെ, അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി റിമോട്ട് സെൻസിങ് എന്ന് പറയാം. അത് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന വിവരമാണ്, രീതിയെ വിളിക്കുന്ന പേരാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഈ വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസേഴ്സ് അഥവാ സംവേദനങ്ങൾ എന്ന് പറയും. അപ്പൊ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻസർ, ഒരു സെൻസറാ. കാരണം നമ്മൾ വിദൂര സംവേദനത്തിന് വേണ്ടി നമ്മൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റാ, സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈസസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ, വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണ് സെൻസേഴ്സ്. നമ്മൾ എക്സാമ്പിൾസുകൾ പറയുന്നു, ക്യാമറാസ്, സ്കാനേഴ്സ് എല്ലാം എന്താണ്, സെൻസേഴ്സ് ആണ്. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് സംവേദനങ്ങൾ എന്ന് പറയാം. അപ്പൊ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു സെൻസറാണ്. സാറ്റലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് സെൻസർ. അപ്പൊ റിമോട്ട് സെൻസിങ് എന്താണെന്ന് പഠിച്ചു, അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻസർ എന്നും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, നമ്മൾ ഈ വിദൂര സംവേദനത്തെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നമ്മൾ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. അപ്പൊ പ്ലാറ്റ്ഫോം എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരിക്കുക, ട്രെയിൻ നമ്പർ 1234 ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിച്ചേരുന്നതാണ്. സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. സ്ഥിരമായിട്ട് കേൾക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ എവിടെ തന്നെയാണ് മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ വന്നേ, അതെ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്. പ്ലാറ്റ്ഫോം നമ്പർ 5 എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിന് 1 2 3 4 5 എന്ന് പറയുന്ന നമ്പർ കേട്ടിട്ടുണ്ടാവും. ആ 5 പോയിട്ട് നിന്നാൽ മാത്രമല്ലേ ആ ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. നനച്ച വണ്ടി കയറണമെങ്കിൽ നനച്ച സ്ഥലത്തേക്കുള്ള വണ്ടി തന്നെ കയറണ്ടേ, നനച്ച ഇടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ഇട പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അടുത്തൊരു വേർഡ് മക്കളുടെ മനസ്സിൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓർമ്മയിൽ വേണ്ടതാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു വസ്തു അഥവാ ഈ ഒരു സെൻസർ ഘടിപ്പിച്ചിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ഏരിയ വിളിക്കുന്ന പേരാണ് നമ്മളെ പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വിമാനത്തിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത്, വിമാനമാണ് പ്ലാറ്റ്ഫോം. നമ്മൾ ഭൂമിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയാണ് പ്ലാറ്റ്ഫോം.
അതേസമയം നമ്മളൊരു വീടിന്റെ മുകളിലാണ്, ആ വീടാണ് പ്ലാറ്റ്ഫോം. എവിടെയാണോ അത് വെച്ചിട്ടുള്ളത് ആ വെച്ച സ്ഥലത്ത് വിളിക്കുന്ന പേരാണ് ആക്ച്വലി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. ദ കാരിയർ ഓൺ വേസ് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ഇറ്റ്സ് കോൾഡ് പ്ലാറ്റ്ഫോം. സംവേദനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു. സംവേദനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു. സോ ആ ഒരു ഏരിയയും എൻ്റെ മക്കൾക്ക് ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്സാമിനേഷൻ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ ദ എനർജി. നമ്മുടെ എനർജിയുടെ ബേസിൽ നമ്മൾ ഈ റിമോട്ട് സെൻസിങ്ങിലെ വിദൂര സംവേദനത്തെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് പാസീവ് റിമോട്ട് സെൻസിങ് അഥവാ പരോക്ഷ വിദൂര സംവേദനം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് പ്രത്യക്ഷ വിദൂര സംവേദനം. അതായത് ബേസ്ഡ് ഓൺ ദ എനർജിയാണ്, ഊർജ്ജത്തിന്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ വിദൂര സംവേദനത്തെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, 2 ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും. പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും എന്ന് പറഞ്ഞുകൊണ്ട് 2 ആക്കിയിട്ട് ആക്ച്വലി ക്ലാസിഫൈ ചെയ്തു. അതിൽ ആദ്യത്തെ തന്നെ നമുക്ക് പരോക്ഷ വിദൂര സംവേദനം നമുക്ക് പറയാം. പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞ സമയത്ത് പരോക്ഷമാണ്. ഈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ഇത് സാറ്റലൈറ്റിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. പക്ഷേ ഈ സാറ്റലൈറ്റ് ഒരു പണി മാത്രമേ എടുക്കുള്ളൂ, അയാൾ ഫോട്ടോ എടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവില്ല. വെളിച്ചത്തിന് ആര് വേണം? സൂര്യൻ വേണം. ഇതിന്റെ മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടെ ഇയാൾ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പരോക്ഷ വിദൂര സംവേദനം, പാസീവ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതാ പറയുന്നു, റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോളാർ എനർജി. സൂര്യപ്രകാശത്തിന്റെ സോളാർ എനർജിയുടെ ഹെൽപ്പോട് കൂടെയാണ് വരുന്നത്. നോൺ ആസ് എ പാസീവ് റിമോട്ട് സെൻസിങ്. ആസ് എ സെൻസേഴ്സ് ഡു നോട്ട് എമിറ്റ് ദ എനർജി ഇറ്റ്സെൽഫ്. ഈ സെൻസറുകൾ എന്ത് ചെയ്യുന്നില്ല? ഡു നോട്ട് എമിറ്റ് ദ എനർജി, സ്വന്തമായിട്ട് എനർജി പുറപ്പെടുവിക്കുന്നില്ല. ആരുടെ എനർജിയാണ്? സോളാർ എനർജിയുടെ ഹെൽപ്പോട് കൂടെ ഫോട്ടോ എടുക്കും. നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇല്ലാതെ പകൽ ഫോട്ടോ എടുക്കുന്ന പോലെയാ. സൗരോർജ്ജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണിത്. ഇവിടെ സംവേദനങ്ങൾ സ്വയം ഊർജ്ജം പുറപ്പെടുവിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആക്റ്റീവ് എന്തായിരിക്കും? അയാളെന്നെ എനർജി കൊടുക്കും, അയാളെന്നെ ഫോട്ടോ എടുക്കും. നമ്മളെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. അയാളെന്നെ എനർജി കൊടുക്കുന്നു, അയാളെന്നെ എന്ത് ചെയ്യുന്നു? ഫോട്ടോ എടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ആക്റ്റീവ് റിമോട്ട് സെൻസിങ് അഥവാ പ്രത്യക്ഷ വിദൂര സംവേദനം. ദ റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി. ഈ റിമോട്ട് സെൻസിങ്ങിന് എന്ത് ചെയ്യുന്നു? ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി അങ്ങോട്ട് കൊടുക്കുന്നു. ആൻഡ് റേഡിയേറ്റിംഗ് ഫ്രം ദ സെൻസർ. എവിടെ നിന്ന്? സെൻസറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ആർട്ടിഫിഷ്യൽ ഫോം ഓഫ് എനർജി ഇങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോട്ടോ അങ്ങോട്ട് എടുക്കുക ചെയ്യാറുള്ളത്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അതിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. സംവേദനങ്ങൾ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്നതാണ് വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. അപ്പോൾ നമ്മൾ 2 പഠിച്ചു, ആക്റ്റീവും പാസീവും, പ്രത്യക്ഷവും പരോക്ഷവും. പ്രത്യക്ഷം എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും? ലൈറ്റ് അങ്ങോട്ട് കൊടുക്കും, ഫോട്ടോ ഇങ്ങോട്ട് എടുക്കും. ഓക്കെ. അതേസമയം പരോക്ഷം എന്ന് പറഞ്ഞ സമയത്ത് എന്താ? ലൈറ്റ് ഞാൻ കൊടുക്കുന്നില്ല, ആരെങ്കിലും ഒക്കെ ലൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സഹായത്തോട് കൂടെ ഞാൻ ഫോട്ടോ എടുത്തോളാം. ഈ ആരെങ്കിലും എന്ന് പറഞ്ഞ ഉദ്ദേശം ആരാണ്? സണ്ണിനെയാണ്, സൂര്യപ്രകാശത്തെയാണ്. ഇതിന്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് റിമോട്ട് സെൻസിങ്. ആരുമില്ല, എനിക്ക് ഞാൻ തന്നെ മതി, എന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഞാൻ തന്നെ മതി എന്ന് പറയുന്ന ആളാണ് ആര്? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് പ്രത്യക്ഷ വിദൂര സംവേദനം. കിട്ടിയല്ലോ. പരീക്ഷയ്ക്ക് ഇത് 2 മാർക്ക്, ഇത് 2 മാർക്ക്, അങ്ങനെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മേ ബി ഇതെങ്ങാനും വന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ ചോദിക്കാവുന്നതാണ്. അടുത്തത് ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിന്റെ ബേസിൽ ഈ സംവേദനങ്ങൾ വെച്ചിട്ടുള്ള സാധനം എവിടെയാണോ വെച്ചിട്ടുള്ളത് അതിന്റെ ബേസിൽ ആക്ച്വലി റിമോട്ട് സെൻസിങ്ങിനെ വിദൂര സംവേദനം നമുക്ക് 3 തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്താണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ ഭൂതല ഛായാഗ്രഹണം, ഭൂമിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ്. രണ്ടാമത്തെ ഏരിയൽ ഫോട്ടോഗ്രാഫി. ഏരിയൽ ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ നമ്മൾ വിമാനത്തിലൊക്കെ വെച്ചുകൊണ്ട് ഏരിയൽ ക്രാഫ്റ്റിലാണ്. മൂന്നാമത്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റുകൾ വെച്ചിട്ടാണ്. ആ ഓരോന്നിലേക്കും നമുക്ക് പോകാം. ഒന്നാമത്താണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഭൂതല ഛായാഗ്രഹണം. ഇത് ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോം ആണ്. ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോം ആണ്. ഇത് ഓർക്കണേ. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി അഥവാ ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞ സമയത്ത് ദ മെത്തേഡ് ഓഫ് ദ ഒബ്റ്റൈനിങ് ടോപ്പോഗ്രഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട്. ഭൂപ്രതലത്തിൽ നിന്നുകൊണ്ട് ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്നു. ഭൂമിയിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഭൂമിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഭൂമിയുടെ തന്നെ പിക്ചർ എടുക്കുന്നു. ഇയാൾ കണ്ടോ? നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടോ? അയാൾ ഭൂമിയിൽ തന്നെ നിലത്ത് നിൽക്കുകയാണ്, ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് ആ മലയുടെ ഫോട്ടോ എടുക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ഫോട്ടോ എടുക്കുന്ന വിദൂര സംവേദനം ഏതാണ്? നമ്മളൊക്കെ എടുക്കുന്ന റിമോട്ട് സെൻസിങ് ഏതാണ്? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയാണ്, ഭൂതല ഛായാഗ്രഹണം. നമ്മൾക്ക് ഉപയോഗിക്കുന്നത് ഭൂതല ഛായാഗ്രഹണമാണ്. എന്നാൽ രണ്ടാമത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്, ആകാശീയ വിദൂര സംവേദനം. ഇത് പഠിക്കുന്ന സമയത്ത് എന്റെ മക്കളോട് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ്.
അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എന്താണ് ആകാശീയ വിദൂര സംവേദനം എന്ന് കേൾക്കുന്ന സമയത്ത് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയിൽ വരും എന്താ അറിയോ? സിമ്പിൾ ആണല്ലോ സാറേ, ഡ്രോൺ അല്ല ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഡ്രോൺ പോലെയാണ്. പക്ഷെ ഡ്രോൺ വരുന്നതിന് തൊട്ട് മുമ്പത്തെ സിറ്റുവേഷൻ ആണ്. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഡ്രോൺ വന്നത്. സോ അതുകൊണ്ട് ഇതിനെ ഒരിക്കലും നിങ്ങൾ ഡ്രോണുമായിട്ട് കമ്പയർ ചെയ്ത്. ഇതൊന്നുമല്ല, ഒരു വിമാനത്തിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. വിമാനത്തിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വിമാനം പോകുന്ന സമയത്തെല്ലാം ആ വിമാനത്തിൽ നിന്ന് താഴെയുള്ള സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്, ആകാശീയ വിദൂര സംവേദനം എന്ന് പറയാം. വി ഷുഡ് ബി മോർ ദ സെൻസേഴ്സ് ഓൺ ദ എയർക്രാഫ്റ്റ്. നമ്മൾ എവിടെയാണ് വെച്ചിട്ടുള്ളത്? എയർക്രാഫ്റ്റിലാണ് വെച്ചിട്ടുള്ളത്. അല്ല എന്തല്ല, നമ്മൾ ഡ്രോൺ ആണ് എന്ന് എൻ്റെ മക്കൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കൊക്കെ ഓർമ്മയിൽ വരും, വേഗം ഓർമ്മയിൽ വരുന്ന സാധനം ഡ്രോൺ ആയതുകൊണ്ടാണ് ഞാൻ ഡ്രോൺ അല്ല എന്നെ ഇത് ആദ്യമേ സൂചിപ്പിച്ചത്. കാരണം ഡ്രോൺ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് കൺഫ്യൂഷനുകൾ എന്ത് ചെയ്യും, എൻ്റെ മക്കൾക്ക് വരും. സോ അതുകൊണ്ട് അത് ആലോചിക്കട്ടെ. ദ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ എർത്ത് സർഫസ് continuously from the sky by using cameras molded on the aircraft. എയർക്രാഫ്റ്റിൽ മോൾഡ് ചെയ്തിട്ടില്ല, എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, സെൻസേഴ്സുകളുടെ ഹെൽപ്പോട് കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്, ആകാശീയ വിദൂര സംവേദനം. മലയാളത്തിൽ എന്ത് വിളിക്കാം? വിമാനത്തിൽ ഉറപ്പിച്ചുള്ള ക്യാമറകളുടെ സഹായത്തോടു കൂടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ഈ ആകാശീയ വിദൂര സംവേദനത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓവർലാപ്പ് എന്ന് പറയും. ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ഈ ഒരു വിമാനത്തെ ഇവിടെ കണ്ട ഈ വിമാനം കണ്ടോ? ഈ വിമാനം ഇവിടെ നിന്ന് പോയതാ. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു വിമാനം ആദ്യം ഒരു ഫോട്ടോ എടുത്തു, എ എന്ന് പറയുന്ന ആദ്യത്തെ ഫോട്ടോ. രണ്ടാമത് ഇവിടെ എത്തിയപ്പോൾ അടുത്ത ഫോട്ടോ എടുത്തു, ബി എന്ന് പറയുന്ന ഫോട്ടോ. മൂന്നാമത് ഇവിടെ എത്തിയപ്പോൾ അടുത്ത ഫോട്ടോ എടുത്തു, സി എന്ന് പറയുന്ന ഫോട്ടോ. നിങ്ങൾ ഈ ഫോട്ടോകൾ നോക്കുന്ന സമയത്ത് ഈ ഫോട്ടോകളുടെ ഉൾക്കൊള്ളുന്ന ഏരിയാസ് നിങ്ങൾ നോക്കിയേ. എ എന്ന് പറയുന്നതിന്റെ കുറേ ഭാഗം ബി എന്ന് പറയുന്നതിലുണ്ട്. എ എന്ന് പറയുന്നതിന്റെ കുറേ ഭാഗം എന്നതിന് ഒന്നും കൂടെ നമുക്ക് പ്രിസൈസ് ചെയ്തോട് പറയുന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നതിന്റെ പിക്ചറിന്റെ 60% ബി എന്ന് പറയുന്ന പിക്ചറിലുണ്ട്. എന്ന് വെച്ചാൽ തൊട്ട് മുൻപത്തെ പിക്ചറിന്റെ 60% തൊട്ടടുത്ത പിക്ചറിൽ വരുന്നുണ്ട് അല്ലെ? ആക്ച്വലി ദിസ് ഈസ് നോൺ ആസ് ദ ഓവർലാപ്പ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ ആക്ച്വലി ഓവർലാപ്പ് എന്ന് വിളിക്കുന്നത്. തൊട്ട് മുൻപത്തെ പിക്ചറിന്റെ 60% തൊട്ടടുത്ത പിക്ചറിലേക്ക് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഈ ഓവർലാപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയോ? വി ഷുഡ് ബി ഗെറ്റ് ദ 3-dimensional വ്യൂ അഥവാ ത്രിമാന ദൃശ്യം കിട്ടാനാണ്. ഈ 3-dimensional വ്യൂ അല്ലെ ത്രിമാന ദൃശ്യം എന്ന് കേട്ടാൽ ചിലപ്പോൾ മക്കൾ പേടിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. 3D പിക്ചർ കിട്ടാനാണ്. 3D പിക്ചർ കിട്ടാൻ, ത്രിമാന ദൃശ്യമുള്ള 3-dimensional വ്യൂ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓവർലാപ്പിന് മലയാളം ഓവർലാപ്പ് എന്ന് തന്നെയാണ് വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്നും കൂടെ ഈസി ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫോൺ എടുക്കാം. ഈ ഒരു ഫോൺ ഇത് വിമാനമാണ്. വിമാനം ഇങ്ങനെ പോകുന്നു. വിമാനം പോകുന്ന സമയത്ത് ആദ്യം ഒരു ഫോട്ടോ എടുക്കുന്നു. ആദ്യം ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കിട്ടും. അതായത് ഈ ഒരു ഫോണിന്റെ ഈ ഒരു സൈഡ് കിട്ടും. കുറച്ചും കൂടെ മുമ്പ് പോകുന്ന സമയത്ത് അടുത്ത ഫോട്ടോ കിട്ടി. എന്നുവെച്ചാൽ ഏറ്റവും മുകൾ ഭാഗം കിട്ടി. കുറച്ചും കൂടെ മുമ്പ് അടുത്ത സൈഡ് കിട്ടി. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. ഈ 3 പിക്ചറും കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ ഇതിന്റെ 3 സ്ഥലങ്ങൾ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, 3 സ്ഥലത്തിന്റെ പിക്ചർ കിട്ടൂലേ? ദാറ്റ്സ് കോൾഡ് 3D പിക്ചർ. അതിനെയാണ് ത്രിമാന ദൃശ്യം എന്ന് പറയാ. അപ്പൊ ഓവർലാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഓവർലാപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നമുക്ക് ത്രിമാന ദൃശ്യം അഥവാ 3-dimensional വ്യൂ കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ പെയർ. എന്നുവെച്ചാൽ ഓവർലാപ്ഡ് ആയിട്ടുള്ള 2 ഫോട്ടോകളെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ പെയർ. ഈ എയും ബിയും ഒരു സ്റ്റീരിയോ പെയർ ആണ്, ബിയും സിയും ഒരു സ്റ്റീരിയോ പെയർ ആണ്. ഓവർലാപ്ഡ് ആയിട്ട് 2 പിക്ചറുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ പെയർ. ഇതിനെ നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന മെഷീനിൽ വെച്ചാലാണ് നമുക്ക് ത്രിമാന ദൃശ്യം കിട്ടും. അപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോട്ടൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാനുള്ള നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമേ ടോപ്പിക് പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് വൺ വിച്ച് ഫോട്ടോഗ്രാഫ് ഇൻക്ലൂഡ് ദ ഏരിയാസ് കവേർഡ് ബൈ അനദർ ഫോട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫിലുള്ള ഏരിയ മറ്റൊരു ഫോട്ടോഗ്രാഫിലേക്ക് കവർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി സേസ് ദാറ്റ് 60%. എത്ര പെർസെൻറ്റേജ് ആണ്? 60% ആണ്. തുടർന്ന് നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്തോടു കൂടെ ത്രിമാന വീക്ഷണം ലഭ്യമാകുന്നതിനു വേണ്ടിയും ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം 60% കൂടി ഭാഗം അടുത്തയിൽ വരുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഓവർലാപ്ഡ് ആയിട്ടുള്ള 2 ഫോട്ടോഗ്രാഫ് അഡ്ജേർണിംഗ് ഏരിയാസ് വിത്ത് ഓവർലാപ്പ്.
ഓവർലാപ്ഡ് ആയിട്ടുള്ള രണ്ട് പിക്ചറുകളെ വിളിക്കുന്ന പേര്, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ചിത്രങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ പെയർ. എന്താ പറയുക? സ്റ്റീരിയോ പെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റീരിയോ പെയർ എന്താണെന്നുള്ളത്. ഈ സ്റ്റീരിയോ പെയറിന്റെ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഈ മെഷീനിൽ വെച്ചാൽ വി ക്യാൻ സീ ഇൻ ദ 3-dimensional വ്യൂ. നമുക്ക് എന്ത് കാണാൻ പറ്റും? 3-dimensional വ്യൂ കാണാൻ പറ്റും. സോ ഓവർലാപ്ഡ് ആയിട്ട് രണ്ട് പിക്ചറുകളെ വിളിക്കും, സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കും. സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിൽ വെച്ചാൽ നമുക്ക് എന്ത് കാണാം? 3-dimensional വ്യൂ അഥവാ ത്രിമാന ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഓവർലാപ്പ് യൂസ് ചെയ്യുന്നത്. ഓവർലാപ്പ് യൂസ് ചെയ്യുന്ന മക്കളെ നിങ്ങളോട് ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്, അത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ഭൂതല ഛായാഗ്രഹത്തിലാണോ ഏരിയൽ ഫോട്ടോഗ്രാഫി? ഏരിയൽ ഫോട്ടോഗ്രാഫിയിലാണോ? ആകാശ വിദൂര സംവേദനത്തിലാണോ? ഏതിലാണ് മക്കളെ? അത് ആകാശ വിദൂര സംവേദനത്തിലാണ് അല്ലെ? ആകാശ വിദൂര സംവേദനത്തിലാണ്. ഇതിൽ പരീക്ഷയ്ക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ആകാശ വിദൂര സംവേദനത്തിന്റെ പരിമിതികൾ എന്തെല്ലാം? അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. സോ അതുകൊണ്ട് എന്റെ മക്കൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 4 മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് തന്നെ 4 പോയിന്റുകൾ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെയാണ് നിങ്ങളോട് പറഞ്ഞത്, ഇവിടെ ഒരിക്കലും നിങ്ങൾ എന്താ ആലോചിക്കാൻ പാടില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോൺ ആണെന്ന് ആലോചിക്കുന്നത്. ഡ്രോൺ ആവുന്ന സമയത്ത് ഈ ഒരു പറഞ്ഞ ടോപ്പിക്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ഡ്രോൺ അല്ല, ഒരു മൊബൈൽ നമ്മളെന്താണ് ഒരു വിമാനമാണെന്ന് മാത്രം ആലോചിച്ച് നോക്കാൻ പറ്റും. സോ അതിലേക്ക് നോക്കുന്ന സമയത്ത് the first limitation, shaking of the aircraft affected the quality of the photos. വിമാനത്തിനുണ്ടാവുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കും. വിമാനത്ത് പോയ ആളുകൾക്ക് അറിയാൻ പറ്റും, വിമാനം ഇടക്കെന്തെയും ഒന്ന് കുലുങ്ങാറുണ്ട്. കുലുങ്ങുന്ന സമയത്ത് നമ്മൾ മേഘങ്ങൾക്കിടയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് വിമാനം കുലുങ്ങും. ഈ ഷെയ്ക്ക് ചെയ്യുന്നത് കുലുങ്ങിയാൽ ഫോട്ടോത്തിന് ക്ലിയർ കിട്ടും ഇല്ല. ഇപ്പൊ നിങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയും അത് ഈസ്തെറ്റിക് ഫോട്ടോയാണ് സാറേ എന്നൊക്കെ പറയും. പക്ഷെ ഈസ്തെറ്റിക് ഫോട്ടോ വെച്ചിട്ട് നമുക്കൊരു മാപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈസ്തെറ്റിക് ഫോട്ടോ വെച്ചിട്ടില്ലേ ആകെ ഷെയ്ഡായിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല ഫോട്ടോ എടുക്കുന്നത്, ഇപ്പൊ എന്ന് പറഞ്ഞിട്ടല്ലേ ഫോട്ടോ എടുക്കുന്നത്. സോ അതുകൊണ്ട് എന്തില്ല, അതെന്തായാലും ഇവിടെ പറ്റൂല. ഇവിടെ ആ വിമാനത്തിനുണ്ടാകുന്ന കുലുക്കമല്ല ഫോട്ടോസിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ് ഓഫ് എ റീജിയൻ ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റൂല. വലിയ വിശാലമായ സ്ഥലം, ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ മൊത്തം ഏരിയൽ റിമോട്ട് സെൻസിങ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യ മുഴുവൻ ഈ വിമാനം പാസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വലിയ സ്ഥലത്തിന് പറ്റും, ചെറിയ സ്ഥലത്തിനൊക്കെയാണ് വലിയ കുഴപ്പമില്ല നോക്കായിരുന്നു. അതുപോലെ തന്നെ 3-ാമത്തെ പോയിന്റ് ആണ് ദ എയർക്രാഫ്റ്റ് റിക്വയർഡ് ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം വേണം. ഇവിടെയൊക്കെ നിങ്ങൾ ആലോചിച്ച് ഡ്രോൺ ആണെങ്കിൽ നിങ്ങൾ പറയും സാറേ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊന്തിക്കോളൂല്ലേ ഡ്രോണ്, അത്ര വലിയ സ്ഥലം വേണമെന്നുള്ളത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡ്രോൺ അല്ല, അതെന്താണ് വിമാനമാണ്. വിമാനമാകുന്ന സമയത്ത് വലിയൊരു റൺവേ വേണം. ഈ വിമാനത്തിന് നേരെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യണമെങ്കിലും വലിയ വിശാലമായ സ്ഥലം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ദ ലാൻഡിങ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഫ്രീക്വന്റ്ലി ഫോർ റീഫ്യൂലിംഗ് ഇൻക്രീസ് ദ കോസ്റ്റ്. ഇന്ധനം നിറക്കുന്നതിന് വിമാനം ഇടയ്ക്കിടയ്ക്ക് നിലത്ത് ഇറക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കും. ഇന്ധനം നിറക്കാൻ വേണ്ടി റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി വിമാനം ഇടക്കിടക്ക് താഴത്ത് കിടക്കുന്ന എന്താണ് വിമാനത്തിന് ഭയങ്കര ചെലവുണ്ടായിരിക്കും. സോ ഈ 4 പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? എന്തായിരിക്കും ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുക? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്? ആകാശീയ വിദൂര സംവേദനത്തിന്റെ പരിമിതികൾ എന്തെല്ലാമാണ്? ആകാശ വിദൂര സംവേദനത്തിന്റെ പരിമിതികൾ ഏതൊക്കെയാണ്? റിമോട്ട് സെൻസിങ്ങിന്റെ എന്താണ് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ അപ്പൊ നിങ്ങൾ ഈ 4 പോയിന്റ്, ഫസ്റ്റ് 2 പോയിന്റ് ഇതാ, 2 പോയിന്റ് ഇതാ, അതിൽ ഈ 4 പോയിന്റുകൾ എന്റെ മക്കൾ എന്ത് ചെയ്തിരിക്കാം? നിർബന്ധമായിട്ടും എഴുതിയിരിക്കാം. അടുത്തൊരു ഭാഗം ചിലപ്പോൾ 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ വരാനുള്ളത്. ക്രിസ്മസ് എക്സാമിനേഷനിലെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ജിയോഗ്രഫിയിൽ നിന്ന് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. എസ്എ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കല്ല 5 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനേഷന് ഈ പ്രാവശ്യത്തെ എസ്എ ഉണ്ടായിരിക്കും 5 മാർക്കിനാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താണ് 5 മാർക്കിനുള്ളത്? നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നാണ് 6 മാർക്കിന്റെ എസ്എ ഉണ്ടാവുക. ജിയോഗ്രഫിയിൽ നിന്നാണ് 5 മാർക്കിന്റെ എസ്എ ആയിരിക്കും ഉണ്ടാവുക. ഈ 5 മാർക്കിന്റെ എസ്എ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മിക്കവാറും ഈ ഒന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴേ നിങ്ങളോട് പറയാനുള്ളത്. സോ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കാൻ പറ്റും. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ യൂസിങ് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദനങ്ങൾ വഴി വിവരങ്ങൾ ശേഖരിക്കും. കൃത്രിമമായിട്ടുള്ള ഒരു ഉപഗ്രഹം നിർമ്മിച്ചു. നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്. ഇപ്പൊ മൂണ് പോലെയുള്ള, ചന്ദ്രന് പോലെയുള്ള നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്. പ്രകൃതി തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളുണ്ട്. അതല്ലാതെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിനെയാണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുക, കൃത്രിമമായിട്ടുള്ള. ഈ കൃത്രിമമായിട്ടുള്ള സാറ്റലൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സംവേദനങ്ങൾ അഥവാ സെൻസേഴ്സ് ഫിക്സ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. 5 മാർക്ക് ഈ ഒരു പോയിന്റ് മാത്രം ഇതാ കിട്ടൂല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് നമ്മൾ 2 ആയിട്ട് തരംതിരിക്കാം. അതാണ് ആക്ച്വലി ഇതാ ഈ 2 രീതിയിൽ നമ്മൾ കറങ്ങുന്നതുകൊണ്ട് 2 ആയിട്ട് തരംതിരിച്ചു. ഒന്നാമത്താണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. രണ്ടാമത്താണ് സൺ സിൻക്രോണിയസ് സാറ്റലൈറ്റ്സ്, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ്,
ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൺ സിൻക്രോൺ സാറ്റലൈറ്റ് അഥവാ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. അതിന് രണ്ടെണ്ണമായിട്ട് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സാറ്റലൈറ്റുകളെ തരംതിരിച്ചു. അതിൽ ഫസ്റ്റത്തത് നമ്മൾ നോക്കുന്നു ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഭൂമി നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഭൂമി കറങ്ങുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, റൊട്ടേഷൻ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമി കറങ്ങുകയാണെങ്കിൽ ഭൂമിയുടെ കറക്കത്തിന്റെ കൂടെ പോകുന്ന ആളാണ് ആര്? ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറയാം. ഭൂമി എങ്ങോട്ടാണോ കറങ്ങുന്നത് അതിന്റെ കൂടെ തന്നെ ഭൂമി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഇങ്ങനെ പോകുന്ന ആളെ വിളിക്കുന്ന പേരാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറയാം. അതാണ് പറയുന്നത് ദീസ് സാറ്റലൈറ്റ്സ് ആർ ദാറ്റ് മൂവ് ഈക്വൽ വെലോസിറ്റി വിത്ത് ദ എർത്ത് റൊട്ടേഷൻ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഭൂമി. ഇതാണ് ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിന് ഞാനാണ് ഭൂമി വിചാരിക്കുക, ഇത് സാറ്റലൈറ്റ് ആണ്. അപ്പൊ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിന് കൂടെ ഭൂമിയുടെ കൂടെ തന്നെ പോകുന്ന ആളാണ്. ഇതിൽ നിങ്ങൾ വേറെ പോയിന്റ് ശ്രദ്ധിച്ചോ, ഈ സാറ്റലൈറ്റ് എപ്പോഴും എൻ്റെ ഫ്രണ്ടേജ് മാത്രമാണ് കാണുന്നത്, എൻ്റെ ബാക്ക് കാണുന്നുണ്ടാ ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചു വെക്കണം, എപ്പോഴും ജിയോ സ്റ്റേഷണറി ഒരേ സ്ഥലത്തിന്റെ ഡാറ്റ മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. മറ്റേതെങ്കിലും ഏരിയയുടെ ഡാറ്റ കളക്ട് ചെയ്യോ ഇല്ല, ഒരേ ഏരിയയുടെ ഡാറ്റ മാത്രമേ കളക്ട് ചെയ്യുന്ന ആളായിരിക്കും ആരുണ്ടാവുക, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലുകൾ ഒന്ന് നോക്കാം. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് രണ്ടിന്റെയും ഡീറ്റെയിൽ പഠിച്ചു വെക്കണം. അതിലെ ഫസ്റ്റ് തന്നെ ഇറ്റ് വാസ് അവേ ഫ്രം ദ 36,000 കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത്. എർത്തിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിൽ അത് കിടക്കുന്നത്. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ദൂരത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്രയും ദൂരത്തിലാണ് സാധനം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/3 ഓഫ് ദ എർത്ത് കംസ് ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. അതുകൊണ്ട് ഭൂമിയുടെ 1/3 ഭാഗം അതിന്റെ നിരീക്ഷണ പരിധിയിൽ ഉണ്ടായിരിക്കും. അത്രയും ദൂരെ കിടക്കായതുകൊണ്ട് നമ്മൾ ആലോചിച്ചൊക്കെ മതി. ഇപ്പൊ ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഞാൻ മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്തു, ഞാനിത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു, എൻ്റെ അടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ എൻ്റെ ഇവിടെ ചെറിയ ഭാഗം മാത്രമേ കിട്ടുള്ളൂ. ഈ ക്യാമറ എന്ത് ചെയ്യുന്നു, ഞാൻ കൂടുതൽ ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ വൈഡ് ആംഗിൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ, അതുപോലെ നമ്മൾ ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഫോട്ടോയുടെ എന്ത് കിട്ടും, ദൂരം ഒന്നും കൂടെ കിട്ടൂലേ ഇല്ലേ, നമുക്ക് കിട്ടുന്ന ഒന്നും കൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഏരിയ കിട്ടൂല. അതുപോലെ ജിയോ സ്റ്റേഷൻ സാറ്റലൈറ്റ് 36,000 കിലോമീറ്റർ അപ്പുറം കിടക്കായതുകൊണ്ട് 36,000 കിലോമീറ്റർ അപ്പുറം കിടക്കായതുകൊണ്ട് ഭൂമിയുടെ 1/3 ഭാഗം 1/3 ഓഫ് ദ എർത്ത് അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂവിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആസ് ദ മൂവ്മെന്റ് ഓഫ് ദീസ് സാറ്റലൈറ്റ്സ് കറസ്പോണ്ടന്റ് ടു ദ സ്പീഡ് ആൻഡ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഭ്രമണത്തിന് തുല്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് സ്റ്റേസ് കോൺസ്റ്റന്റ്ലി above a specific place of the earth. ഭൂമിയുടെ ഭ്രമണത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്നു. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ പോകാത്തതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഒരേ സ്ഥലത്തിന്റെ വിവരങ്ങൾ മാത്രമായിരിക്കും ഏതെന്ന് കിട്ടുക, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് നമുക്ക് കിട്ടുക. കൂടാതെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ ഫ്രം ആൻ ഏരിയ. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ ഉയരത്തിന് കിട്ടും. കാരണം സ്ഥിരമായ ഉയരത്തിന് എന്താണ്, ആ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് മാത്രം നിൽക്കല്ലേ, ഒരേ സ്ഥലത്ത് മാത്രം നിൽക്കാതെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭൂമിയുടെ ആ ഒരു സ്ഥലത്തിന്റെ വിവരങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടാൻ ഈ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് വെതർ സ്റ്റഡീസ്. ഇത് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിക്കുമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. വാർത്താവിനിമയം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇന്ന് ഫോൺ വിളിക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് നമ്മളോട് പറയാണ് ഇന്ന് സാറ്റലൈറ്റ് അവിടെ ഇല്ല, സാറ്റലൈറ്റ് ഇന്ന് ലീവിലാണ്, നാളെ ഈ സമയത്ത് എത്തുള്ളൂ, നിങ്ങൾ നാളെ ഫോൺ വിളിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല. ടെലികമ്മ്യൂണിക്കേഷൻ എപ്പോൾ വിളിച്ചാലും നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. അതുകൊണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയത്തിനും അതുപോലെ തന്നെ ദിനാന്തരീക്ഷ സ്ഥിതി വെതർ സ്റ്റഡീസിനുമാണ് ആക്ച്വലി നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹം ഉപയോഗിക്കാം. ഇന്ത്യയുടെ ഉദാഹരണമാണ് ഇൻസാറ്റ് കേട്ടോ. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ആണ്, ഭൂസ്ഥിര ഉപഗ്രഹമാണ്. അതേസമയം അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു സൺ സിൻക്രോണിയസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ. സൺ സിൻക്രോണിയസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്ന് വെച്ചാൽ എർത്തിനെ വിലങ്ങനെ പോകുന്ന ആളെ വിളിക്കുന്ന പേരാണ് സൺ സിൻക്രോണിയസ് സാറ്റലൈറ്റ്സ് അഥവാ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയാം. സൺ സിൻക്രോണിയസ് സാറ്റലൈറ്റ്സ് ആർ ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. നമുക്കറിയാലോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് രണ്ടും ആർട്ടിഫിഷ്യൽ തന്നെയല്ലേ. ദാറ്റ് ആർ പാസ്ഡ് അറൗണ്ട് ദ എർത്ത് അലോങ് ദ പോൾസ്. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലയം വെക്കുന്നു. ധ്രുവങ്ങൾക്ക് നോർത്ത് പോൾ സൗത്ത് പോൾ, ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം. ഈ ഉത്തര ധ്രുവത്തിന്റെയും ദക്ഷിണ ധ്രുവത്തിന്റെയും മുകളിലൂടെ ഇങ്ങനെ പോകുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്, സൺ സിൻക്രോണിയസ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും, ഇതൊരിക്കലും ഒരു സ്ഥലത്ത് മാത്രമല്ല നിൽക്കുക, ഇത് ഭൂമിയെ മൊത്തമായിട്ട് എപ്പോഴും കിട്ടും. ഭൂമിയെ മൊത്തമായിട്ട് കിട്ടും, പക്ഷെ ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് സമയം എന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു സാറ്റലൈറ്റ് ഇവിടെയാ, ഇതിങ്ങനെ പോയിട്ട് തിരിച്ച് ഇതേ സ്ഥലത്തേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ 4 ദിവസം ഇരിക്കും. അപ്പൊ 4 ദിവസം കൂടുന്ന സമയത്ത് എല്ലാ സ്ഥലത്തിന്റെയും വിവരങ്ങൾ ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്നതാണ്. കൂടാതെ തന്നെ ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കുറയാനുള്ള കാരണം ഇത് 900 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് കിടക്കുന്നത്. ഇത് അവരുടെ ഡീറ്റെയിൽ നമ്മൾ പറയുന്നത്. ഇത് ആകെ കിടക്കുന്നത് ദ ഓർബിറ്റ് ഈസ് 900 കിലോമീറ്റേഴ്സ് എവേ എന്ന് വെച്ചാൽ 900 കിലോമീറ്റർ. മറ്റേത് എത്രയാണ്, 36,000 കിലോമീറ്റർ ആണ്.
36,000 കിലോമീറ്ററും 900 കിലോമീറ്ററും നമ്മളെ മാറ്റം ആലോചിക്കണേ. അതുകൊണ്ട് തന്നെ ദ സർവൈലൻസ് ഏരിയ ഈസ് ലെസ് ദാൻ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹത്തെക്കാളും കുറഞ്ഞ നിരീക്ഷണ പരിധി ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, അതിന്റെ പവർ കുറവാണെന്നുള്ള, എന്ന് വെച്ചാൽ അത്രയും ദൂരത്തിലല്ല കിടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, വി ക്യാൻ ഗീവ് ദ റെപ്പിറ്റേറ്റീവ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ദ റീജിയൻ ഇൻ ദ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളെ കിട്ടുക ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം, ഒരു കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തുള്ള വിവരങ്ങൾ കിട്ടും, ആവർത്തിച്ചുകൊണ്ടുള്ള വിവരം. 4 ദിവസം, 2 ദിവസം, 12 മണിക്കൂർ, അത് കഴിഞ്ഞിട്ടുള്ള റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമുള്ള വിവരം കിട്ടുക. അല്ല എനി ടൈമിലുള്ള വിവരം എന്തില്ല, ഒരിക്കലും ഇതിന്റെ കിട്ടൂല. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ, ഈ 2 നിങ്ങൾ പഠിച്ചു വെക്കണം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺസിക്രോണസ് സാറ്റലൈറ്റ്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരിക്കും. വാട്ട് ആർ ദ യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി? വിദൂര സംവേദ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ ഏതെല്ലാം എന്നുള്ളത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കാം. ഇറ്റ്സ് അസസ്മെന്റ് ഓഫ് ദ വെദർ സ്റ്റഡീസ്, കാലാവസ്ഥ നിർണ്ണയിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, റിമോട്ട് സെൻസിങ് വേണം. ഓഷ്യൻ എക്സ്പ്ലോറേഷൻ, സമുദ്ര പര്യവേഷണം, കടലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കടലിൽ എവിടേക്കാണ് കൂടുതൽ മത്സ്യങ്ങൾ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ന്യൂനമർദ്ദം എവിടേക്കാണ് അനുഭവപ്പെടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമുക്ക് ഇത് വേണം. അപ്പോൾ തന്നെ ടു അണ്ടർസ്റ്റാൻഡ് ദ ലാൻഡ് യൂസ് ഓഫ് ആൻ ഏരിയ, ഭൂവിനിയോഗം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല വേറെ ഉദാഹരണങ്ങൾ തരാം. മോണിറ്ററിംഗ് ദ ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്, വരൾച്ച, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ എവിടേക്ക് വന്നിട്ടുണ്ട് തുടങ്ങിയവ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഐഡന്റിഫൈങ് ഫോറസ്റ്റ് ഫയേഴ്സ് ഇൻ ദ ഡീപ് ഫോറസ്റ്റ്, ഉൾവനങ്ങളിലെ കാട്ടുതീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇതിനെല്ലാം നമുക്ക് സാറ്റലൈറ്റ് തന്നെ വേണം. എല്ലാ കാട്ടുതീ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കാട് മുഴുവൻ പോയി നോക്കാൻ പറ്റൂല. ഇപ്പൊ ആമസോൺ ഫോറസ്റ്റ് കത്തിയ സമയത്ത് നമ്മൾ അറിഞ്ഞ സാറ്റലൈറ്റുകളിലൂടെയായിരുന്നു അറിഞ്ഞത്. കാരണം ആമസോൺ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് എല്ലാ ദിവസവും ഇവിടെ തീ ഉണ്ടാന്ന് എന്ത് ചെയ്യില്ല, പോയിട്ട് നോക്കാൻ പറ്റില്ല. വെള്ളപ്പൊക്കം എവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സാറ്റലൈറ്റുകളാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് എന്താണ്, എവിടെ പോയിട്ട് പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടായിരിക്കും. സോ ഇതിനെല്ലാത്തിനും നമ്മൾ ഏത് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ റിമോട്ട് സെൻസിങ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊരു 3 പോയിന്റുകളും എന്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അടുത്താണ് GIS എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. GIS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടെ, ഇലക്ട്രോണിക് ടെക്നോളജിയുടെ സഹായത്തോടു കൂടെ ഡാറ്റകൾ അനലൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി GIS അഥവാ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അതാണ് GISന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്, ഒരു കിട്ടിയ ഡാറ്റയെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നു, അതിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് കയറ്റുന്നു. അതാണ് ഡാറ്റ സ്റ്റോറേജ്. ഈ ഡാറ്റ സ്റ്റോറേജ് നമ്മൾ ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ ഡാറ്റകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിവരിക്കും. നമുക്ക് ഏതൊക്കെ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ലെയേഴ്സുകളായിട്ട്, എന്ന് വെച്ചാൽ പുഴ മാത്രം ആവശ്യമുണ്ട്, അപ്പൊ പുഴയുടെ മാത്രം ലെയർ എടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ലെയർ എന്ന് പറഞ്ഞാൽ പാളിട്ടോ, മലയാളത്തിൽ നമ്മൾ റോഡ് മാത്രം ആവശ്യമുണ്ട്, അപ്പൊ റോഡുകൾ മാത്രമായിട്ട് എടുക്കുന്നു. അങ്ങനെ ഓരോരോ വിവരങ്ങൾ മാത്രമായിട്ട് എടുത്തിട്ട് അതിന് ടേബിൾ ഉണ്ടാക്കണോ, മാപ്പ് ഉണ്ടാക്കണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുന്ന കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടെ വിവരങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം. ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം മാത്രമായിട്ട്. കാരണം കുറച്ച് ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് പറയാനുണ്ടാകും. അതും കൂടെ അത് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ നിന്നാൽ എന്ത് ചെയ്യും, ഈ വീഡിയോ വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാറും. അതുകൊണ്ട് ഈ ടോപ്പിക്, ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ടോപ്പിക്കുകൾ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇതില് 2 തരം വിവരങ്ങളാണ് ഓരോ വസ്തുവിനും ഉണ്ടായിരിക്കുക. നമ്മൾ അത് പഠിച്ചു വെക്കണം. GISന് 2 തരം ഡാറ്റകളാണ് ഉണ്ടാവുക. ഒന്ന് സ്പേഷ്യൽ ഡാറ്റ, രണ്ടാമത്തെ ആട്രിബ്യൂട്ട്സ് അഥവാ സ്ഥാനീയ വിവരണങ്ങളും വിശേഷണങ്ങളും. സ്പേഷ്യൽ ഡാറ്റ അഥവാ സ്ഥാനീയ വിവരണം എന്ന് പറയുന്നത് അതിന്റെ ലാറ്റിറ്റ്യൂഡിനലും ലോങ്റ്റിറ്റ്യൂഡിനലും ലൊക്കേഷനാണ്. ആ ഒരു വസ്തു എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ആക്ച്വലി സ്പേഷ്യൽ ഡാറ്റ, സ്ഥാനീയ വിവരണം എന്ന് പറയുന്നത്. നമ്മൾ പറയാണ് ഇന്ന അക്ഷാംശത്തിനും ഇന്ന രേഖാംശത്തിന്റെയും ഇടയിലാണ്, ഇന്ന ലാറ്റിറ്റ്യൂഡ്സിന്റെയും ഇന്ന ലോങ്റ്റിറ്റ്യൂഡ്സിന്റെയും ഇടയിലാണെന്ന് പറയുന്നതാണ് ആക്ച്വലി സ്പേഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്. അതിനെക്കുറിച്ചുള്ള ഒന്നും കൂടെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ നിറം എന്ന് പറഞ്ഞാൽ പച്ച നിറമാണ്. ആ ബിൽഡിംഗ് 2 നിലയിലുള്ള ബിൽഡിംഗ് ആണ്. അങ്ങനെ നമ്മൾ പറയുന്നതിന് ആക്ച്വലി വിളിക്കുന്ന പേരാണ് വിശേഷണങ്ങൾ അഥവാ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഓരോ സ്ഥാനീയ വിവരത്തെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവരങ്ങളെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതും മക്കളൊന്ന് ശ്രദ്ധിക്കണം. അനലിറ്റിക്കൽ കാപ്പബിലിറ്റീസ് ഓഫ് GIS. നമ്മൾ GIS ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ചെയ്തു തരും കേട്ടോ. നമ്മുടെ അനലിറ്റിക്കൽ കാപ്പബിലിറ്റീസ് ഓഫ് ദ GIS, ഭൂസ്ഥിര വ്യവസ്ഥയുടെ വിശകലന സാധ്യതകൾ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ മക്കൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 3 തരത്തിലാണ് ഇതിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഓവർലേ അനാലിസിസ്. ഈ ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഓവർലേ വിശകലനം എന്ന് പറഞ്ഞാൽ മക്കൾ ഓർത്ത് വെച്ചാൽ മതി. അതൊരു മൊത്തമായിട്ട് പറയാണ്, വിത്തിൻ ദ ടൈം പീരീഡ്
ടൈം പീരീഡ്, ഒരു നിശ്ചിത കാലത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റം വന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 2005 ഇവിടെ ഇത്ര കൃഷി ഇല്ലായിരുന്നു, 2015 ആയ സമയത്ത് അവിടെ കൃഷി കൂടി വന്നു. ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ ഒരു ഓവറായിട്ട് എന്ന് വെച്ചാൽ ടോട്ടലായിട്ട് നമ്മൾ പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓവറൽ അനാലിസിസ്. ബഫർ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ലീനിയർ ഫീച്ചറിന്റെയോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫീച്ചറിന്റെയോ രീതിയിൽ, പോയിന്റ് ഫീച്ചർ ആവുന്ന സമയത്ത് അതിനെ സർക്കുലർ സോൺ ആവട്ടോ, സർക്കുലർ സോൺ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പിക്ചറൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇതാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പൊ ഈ ഒരു ബഫർ സോൺ അനാലിസിസ് പറഞ്ഞാൽ ഇതാണ് ഒരു പോയിന്റ് എന്ന് പറയാം. ഇതൊരു എയർപോർട്ടാണ്. ഈ എയർപോർട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എത്ര വീടുകൾ പോകും, അത് നമ്മൾ ആ ഒരു വസ്തുവിന് ചുറ്റിലുമുള്ള ഡാറ്റയാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് സർക്കുലർ സോൺ അനാലിസിസ് ആണ്. അതേസമയം ഇതൊരു റോഡാണ്, ഇതൊരു ലീനിയർ ഫീച്ചറാണ്, ഒരു രേഖാരീതിയാണ്. ഈ ലീനിയർ ഫീച്ചർ റോഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര വീടുകൾ പോകും, അതിനെ വിളിക്കുന്ന പേരാണ് പാരലൽ സോൺ അനാലിസിസ്. അങ്ങനെ അനലൈസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പാരലൽ സോൺ അനാലിസിസ് എന്ന് പറയാം. മൂന്നാമത്താണ് നെറ്റ്വർക്ക് അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസ് പറഞ്ഞാൽ നോർമലി ഒരു ശൃംഖലാ വിശകലനം എന്ന് പറയും. ഒരു ഇതിനെ മാത്രമായിട്ട് ഒരു ലീനിയർ ഫീച്ചർ, ഒരു രേഖാരീതിയുള്ള വസ്തുവിനെ മാത്രമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്. അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ റോഡിനെ കുറിച്ച് അല്ലെങ്കിൽ നദിയെക്കുറിച്ച് പുഴയെക്കുറിച്ച് മാത്രമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് വിളിക്കുക. അതില് ഇത് മക്കൾ പഠിക്കണം. യൂസസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് ഞാനിത് അവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസിന്റെ അഥവാ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാറുണ്ടെങ്കിൽ അതിൽ ഒന്നാമതായിക്കാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം, ഒന്നാമതായിക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ടു ഫൈൻഡ് ഔട്ട് ദ ഈസിയസ്റ്റ് ആൻഡ് ലെസ് കൺജസ്റ്റഡ് റോഡ്സ് ഫ്രം ദ പ്ലേസസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏറ്റവും എളുപ്പവും തിരക്ക് കുറഞ്ഞതുമായിട്ടുള്ള റോഡുകൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടൂറിസ്റ്റ് ടു പ്ലാൻ മാക്സിമം നമ്പർ ഓഫ് അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ഇൻ ദെയർ അവൈലബിൾ ടൈം. ഒരു ടൂറിസ്റ്റിന് അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയത്തിനുള്ളിൽ മാക്സിമം കുറേ സ്ഥലങ്ങൾ കണ്ടെത്താം. കാരണം ആ പോകുന്ന സ്ഥലത്തിന്റെ ഇടയിൽ ഏതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ഥലങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും അവസാനത്തത് തിരക്ക് കുറഞ്ഞ റോഡുകളിലൂടെ അപകടത്തിൽപ്പെട്ടയാളെ അനുയോജ്യമായ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാൽ to bring the accident victims in the suitable hospital through the less congested roads. ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഏത് വേണം, നെറ്റ്വർക്ക് അനാലിസിസ് ആക്ച്വലി നമുക്ക് വേണം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. GPS, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. അതിനെ വിളിക്കുന്ന പേരാണ് GPS എന്ന് പറയാം. GPSന്റെ ഫുൾ ഫോം ആണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ USA. അത് ആരാ കൊണ്ടുവന്നത്, അമേരിക്കയാണ് കൊണ്ടുവന്നത്. ഫസ്റ്റ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ മിലിറ്ററി, പട്ടാളക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നായിരുന്നു. പിന്നീട് കോമൺസിന് കൊടുക്കുക ചെയ്തത്. ആക്ച്വലി GPSന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ GPSലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ഥലത്തിന്റെ ആക്ച്വലി നമുക്ക് അതേപോലെ ലാറ്റിറ്റ്യൂഡ്, ലോങ്റ്റിറ്റ്യൂഡ്, എലവേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ അക്ഷാംശം, രേഖാംശം, അതിന്റെ ഉയരം എല്ലാം ആ ഒരു കറക്റ്റ് കറസ്പോണ്ടിങ് സമയം, ആ സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ പറ്റും. അതാണ് പറഞ്ഞത്, അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം എന്നിവ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, GPS സഹായത്തോട് കൂടെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. GPS 24 സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിന്റെ 6 ഡിഫറെന്റ് ഓർബിറ്റുകളായിട്ട്, 6 സഞ്ചാര പാതയിലായിട്ട്, 6 റൂട്ടുകളിലായിട്ട് 24 സാറ്റലൈറ്റുകൾ ഇതിനു വേണ്ടി വെച്ചിട്ടുണ്ട്, GPS വേണ്ടി വെച്ചിട്ടുണ്ട്. അത് 20,000 കിലോമീറ്ററിനും 20,200 കിലോമീറ്ററിനും ഇടയിലാണ്. ഈ എർത്തിന്റെ ഡിസ്റ്റൻസ് ആ പറഞ്ഞത് 20,000 കിലോമീറ്ററിനും 20,200 കിലോമീറ്ററിനും ഇടയിലായിട്ട് എത്ര സാറ്റലൈറ്റുകൾ ഉണ്ട്, 24 ഉപഗ്രഹങ്ങൾ ഉണ്ട്. ഇത് വെച്ചിട്ടുണ്ട്. ഇതില് GPS നമ്മൾ കൃത്യമായ ആക്യുറേറ്റഡ് ആയിട്ട് വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 4 സാറ്റലൈറ്റ് റിക്വയർഡ്. മിനിമം അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റുകളുടെയെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ലാറ്റിറ്റ്യൂഡ്, ലോങ്റ്റിറ്റ്യൂഡ്, എലവേഷൻ, ടൈം എന്നിവ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ മിനിമം ഒരു GPS വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിന് കൃത്യമായിട്ട് ഒരു 4 സാറ്റലൈറ്റുകളുടെ വിവരമെങ്കിലും നമുക്ക് വേണ്ടതാണ്. ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫസ്റ്റ് ആയിട്ട് സാറ്റലൈറ്റ് കൊണ്ടുവന്നത് എന്താണ്, നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളത്തെ US ഡിഫൻസിന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1980 അത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ആക്സസ് കൊടുത്തത്. സോ GPS കുറിച്ചിട്ടും എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കുക. സോ ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു essay ക്വസ്റ്റ്യൻ വരാവുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് ഒരു essay ക്വസ്റ്റ്യൻ വരാവുന്ന ചാപ്റ്ററാണ്. essay ഏതായിരിക്കും, നമ്മുടെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് തന്നെ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ 4 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന, 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ. അതുകൊണ്ട് എന്റെ മക്കൾ ഈ ചാപ്റ്റർ പഠിക്കാതെ പോകരുത്. ഐ തിങ്ക് സോ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഓൾമോസ്റ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടിപൊളിയായിട്ട് സെറ്റ് ആയത്. ഇതുപോലത്തെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിനും കണ്ടോ, നമ്മൾ 30 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചാപ്റ്ററിന്റെ മൊത്തം കംപ്ലീഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വേണോടാ, വേണമെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടെന്നല്ല തൊട്ട് താഴെ നമ്മൾ ഒന്ന് കമന്റ് ഇട്ടോ. ഈ ചാപ്റ്റർ പഠിച്ചതിനെ കുറിച്ചിട്ടും പഠിപ്പിച്ചതിനെ കുറിച്ചിട്ടും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമന്റ് ഇട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. So, tada, bye bye, see you all. Thank you.